മഹിളാമണി അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നതും തിരികെ വരുന്നതും ഈ വഴിയാണ്. വർഷങ്ങളായുള്ള ആ യാത്രയിൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായൊരു സംഭവമുണ്ടായി. പ്രസാദവും വാങ്ങി ഇങ്ങോട്ട് വന്നപ്പം ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നു. അവിടെ നിന്ന് എൻ്റെ അടുക്കിലേക്ക് ക്രോസ് ചെയ്ത് വന്നിട്ട് പിറ്റിയെ പിടിച്ച് എന്നെ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞ് ഒക്കടേന്ന് വിച്ചാത്തി എടുത്തിട്ട് എൻ്റെ ഇവിടെ കുത്തിക്കൊണ്ട് ആ മറ്റേ കൈ കൊണ്ട് എന്നെ അടിച്ചപ്പോൾ ഞാനും ഒരടി കൊടുത്തു. അത് കഴിഞ്ഞ് പിച്ചാത്തയെ ഞാൻ പിച്ചാത്തി മേടിച്ചു കഴിഞ്ഞപ്പോൾ അത്രയും നേരം കൊണ്ട് മാല രണ്ടും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ശ്രീപാദത്തിലേക്ക് ഓടി. എവിടുന്ന് ഇത്രയും ധൈര്യം കിട്ടി? അതെനിക്കറിഞ്ഞു. ഭഗവാന്റെ വഴിപാട് എൻ്റെ കയ്യിൽ ഇരിക്കുമല്ലേ. അന്ന് തിരുവാതിര നോൻപായിരുന്നു. ആ ധൈര്യം ഭഗവാൻ തന്നതാ. കാക്കാഴം സ്വദേശി പത്മകുമാർ ആയിരുന്നു കള്ളൻ. സമീപത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ അമ്പലപ്പുഴ പോലീസ് പിടികൂടി. കള്ളൻ വഴിയിൽ ഉപേക്ഷിച്ച മാലയും താലിയും മഹിളാമണി തന്നെ കണ്ടുപിടിച്ചു. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ തന്നെ നമുക്കൊപ്പം ചേർന്നുണ്ട്. രഘു ചോദിച്ച ആ ഒരു ചോദ്യം തന്നെയാണ്, എങ്ങനെ കിട്ടി ഈ ധൈര്യം എന്നുള്ളത്, അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ എത്രയൊക്കെ പറഞ്ഞാലും ഒന്ന് പേടിക്കും. പക്ഷേ ഈ മുത്തശ്ശിയുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക തന്നെ വേണം. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് അടിച്ചു. ഒരു പ്രായമായൊരു സ്ത്രീയാണ് ആ കള്ളൻ അടിച്ചു. എന്നാൽ തിരിച്ചടിച്ചിട്ട് മാല തിരിച്ചു വാങ്ങാനാണ് ശ്രമിച്ചത്. വലിയൊരു കാര്യമല്ലേ രഘു? മഹിളാമണി അമ്മ ചെയ്തതുപോലെ നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വിരലെണ്ണാവുന്ന മനുഷ്യർക്ക് മാത്രമേ ആ ഒരു അപകടഘട്ടത്തിൽ അല്ലെങ്കിൽ വളരെ ക്ലോസ് റേഞ്ചിൽ ഒരു വലിയ കത്തി കൊണ്ടുവച്ചിട്ട് മാല പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര ധൈര്യത്തോടുകൂടി, കാരണം ആ കത്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കുറച്ച് മാറിയാൽ മതി, മരണം വരെ സംഭവിക്കാം. ഒരുപക്ഷെ മഹിളാമണി അമ്മയെ പറഞ്ഞതുപോലെ അവരുടെ ഒരു വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ദൈവവിശ്വാസം കൊണ്ട് സംഭവിച്ചതാകാം. അല്ലെങ്കിൽ അവർക്ക് എവിടെയോ ഉള്ളിലുള്ള ഒരു മനക്കരുത്തും അവർക്ക് എത്ര വർഷം കൊണ്ട് അവർ ജീവിതത്തിൽ നിന്ന് നേടിയെടുത്ത ഒരു കരുത്തായിരിക്കാം ഇങ്ങനെ വേഗത്തിൽ പ്രതികരിക്കാൻ വേണ്ടി ഇടയാക്കിയത്. എന്തായാലും ആ 76 വയസ്സുള്ള അമ്മ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. കാരണം ഈ കള്ളന്മാരൊക്കെ പൊതുവേ പറയുന്നത്, പല പോലീസ് ഉദ്യോഗസ്ഥരും പറയാറുള്ളത് പോലെ തന്നെ കള്ളന്മാരായാലും ഗുണ്ടകളാണെങ്കിലും ഭൂരിഭാഗം ആളുകളും ഭീരുക്കളാണ്. ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. അവരെ ഒന്ന് തിരിഞ്ഞു നിന്ന് ചേർത്ത് നിന്നാൽ ഒരു പക്ഷേ ചിലരെങ്കിലും ഭയപ്പെട്ടേക്കാം. അത് സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ ആരോഗ്യമൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഉദ്യോഗസ്ഥരൊക്കെ പറയാറുണ്ട്. എന്തായാലും ഈ കള്ളൻ, മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കള്ളൻ ഇയാൾ മുൻപ് മോഷണ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ലഹരിക്ക് കടത്തിയ കേസിന് അറസ്റ്റിലായിട്ടുണ്ട്. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഹൈവേയിൽ നിന്നൊരു ദേശീയപാതയിൽ അമ്പലപ്പുഴ ജംഗ്ഷൻ, ഹൈവേ വഴി വന്നവർക്കറിയാം, അമ്പലപ്പുഴ ജംഗ്ഷനിലെ ആ ദേശീയപാതയ്ക്കടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ പോലുമില്ല ദേശീയപാതയോരത്തെ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയതാണ് അമ്മ. അവിടെ വന്നാണ് ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്യുന്നത്. നമ്മൾ എത്ര തവണ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതായത് ഇത്തരം കള്ളന്മാർ നിരന്തരം നമ്മുടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒരു കാലത്ത് ഇവരെ കൃത്യമായി നിരീക്ഷിക്കാനും ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായി നിരീക്ഷിച്ചാൽ, മൊബൈൽ ഫോൺ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിരീക്ഷിച്ചാൽ ഇത്തരമുള്ള ആളുകൾ ചെയ്യുന്ന, അതായത് സ്ഥിരം കുറ്റവാളികൾ ചെയ്യുന്ന, അതൊക്കെ നിരീക്ഷിക്കേണ്ടതാണ്. രഘു പറഞ്ഞ ആ ഒരു കാര്യം വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് കേട്ടോ. ഇയാൾ ആദ്യമായിട്ട് മോഷ്ടിക്കുന്ന ഒരാളല്ല. മുൻപും ഇതുപോലെ മോഷണ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളാണ്. അയാളുടെ ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നമ്മൾ കാണിച്ചത് കേട്ടോ. പക്ഷേ അയാൾ ചെയ്ത ഒരു കാര്യം ഓർക്കണം, പ്രായമായ ഒരു സ്ത്രീയാണ് ഇങ്ങനെ മർദ്ദിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അയാളെ തിരിച്ചടിച്ച് ആ മാല തിരിച്ചു വാങ്ങിയ ആ ഒരു ഹീറോയിസം, അതിനെയാണ് നമ്മളിവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. എന്തായാലും ആ ഒരു ധൈര്യം, അതിന് കൈയടി കൊടുക്കാതെ വയ്യ. ശരി.